ജയിലിൽ കിടക്കാത്ത മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായോ അതിനുശേഷം നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായോ ജയിലിൽ ഇവർ പലരും വരും. എന്നാൽ ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി ആവാത്ത ഒരാൾ കിടന്ന ഒരു സെല്ല് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വലിയ ഒരു പുണ്യക്ഷേത്രം പോലെ ഒരു സൂക്ഷിക്കുന്നുണ്ട്. അത് മഹാനായ AK ഗോപാലൻ കിടന്ന സെല്ലാണ്. മറ്റുള്ളവർ കിടന്ന മുറികളിലൊക്കെ വേറെ ആളുകളെ അഡ്മിറ്റ് ചെയ്യും. അവർ റിലീസായിട്ട് ഇങ്ങനെ പല പല മാറ്റങ്ങളുണ്ടാവും. AK ഗോപാലൻ 2 തവണ അറസ്റ്റായി ജയിലിൽ വന്നു. അദ്ദേഹം കിടന്ന മുറിയിലോട്ട് പിന്നെ ആളിനെ അലോട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ കിടക്കില്ലെന്ന്. മഹാനായ ഈ മനുഷ്യൻ കിടന്ന സെല്ലിനകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒരു വ്യത്യാസമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും AK ഗോപാലൻ കിടന്ന സെല്ലിനകത്ത് കിടക്കുകയില്ല. അതുകൊണ്ട് ഇന്നും ആ മുറി ഒരു പുണ്യം മുറി പോലെയാണ് ജയിലിലെ ആളുകൾ കരുതുന്നത്. പലപ്പോഴും എന്നെ അമ്പരപ്പിച്ച ഒരു സംഭവമുണ്ട്. ജയിലിലെ പ്രിസണേഴ്സ് ആ സെല്ലിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അവരുടെ സ്പീഡൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് തലയൊന്ന് വണങ്ങിയിട്ട് ആ വരാന്ത കൂടെ അപ്പുറത്ത് കയറുള്ളൂ.